ഇത് 2-4 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്ന്. മുറ്റത്താണെങ്കിൽ നിറച്ച് കിളികളും പൂമ്പാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവരടുത്ത് ചെന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോഴേക്കൊക്കെ അവർ സ്ഥലം വിടും. അപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറ്റണ പോലെ എടുത്തുണ്ട്. പക്ഷെ അവരെന്നെ ഇതിൽ കാണാനില്ല കേട്ടാ. കുറേ കിളികളുണ്ടായിരുന്നു. എനിക്ക് പേരൊന്നും അറിയില്ല. എന്തായാലും അവർ നല്ല സന്തോഷത്തിലാണ്. മഴയൊക്കെ മാറി ഒരു തെളിച്ചം കണ്ടൊരു ദിവസമായിരുന്നു. അന്നൊരു മൂടിക്കെട്ടിയ ദിവസമായിരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം അടുപ്പിച്ച് നല്ല വെയിലായിരുന്നു. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തുണ്ടെങ്കിൽ അത് വർഷക്കാലം, വെയിൽ ഉദിക്കാൻ തുടങ്ങിയ വേനൽക്കാലം. പുറത്തിറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല. വേനൽക്കാലം വർഷക്കാലം എന്ന് പറഞ്ഞിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ചൂട് എപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ഥിരമായി. വർഷക്കാലമായി കഴിഞ്ഞാൽ തുണികൾ ഇടാനാണ് ഒരു സ്ഥലമില്ലാത്തത്. എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കാകെ കൂടി ഈ ഒരു സൈഡിൽ മാത്രമേ ഇടാനായി പറ്റുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒരുവിധം വലിഞ്ഞ് കിട്ടണ കാരണം ഫാൻ്റെ അടിയിൽ ഇട്ടാലും ഉണങ്ങി കിട്ടും. എന്നാലും എപ്പോഴും അകത്ത് തുണികൾ ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഈ സൈഡിൽ കൊണ്ടുവന്നിടും. രാത്രിയാവുമ്പോൾ അകത്ത് വിരിച്ചിടും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അല്ലാണ്ട് അകത്ത് അഴയൊന്നും കെട്ടിയിട്ടില്ല. അകത്ത് വിരിച്ച് ഫാനിട്ട് കഴിഞ്ഞ് നേരം വിളിച്ചാകുമ്പോൾ എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ തുണി ഇടുന്ന സമയത്ത് ചെറുതായി മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഇട്ടിട്ട് അത് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ നനയോ അതാ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ഉദിക്കോ, 2 മനസ്സായിട്ടാണ് ഞാൻ ഇടണത്. അതിട്ട് മുഴുവനാകുമ്പോഴേക്കും ഗംഭീര മഴയായി. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് മഴ കുറയുന്നുണ്ടോയെന്നൊക്കെ നോക്കി. ഇത് കുറയുന്ന വട്ടമൊന്നും കാണാനില്ല. അധിക നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ അവിടെ എടുക്കുകയാണ്. എൻ്റെ പണികളൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഓടി വന്ന് ഈ ഒരു കാര്യമാണ് കഴിച്ചത്. അപ്പോൾ മഴ അവിടെ നിന്ന് പെയ്യട്ടെ, ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോകട്ടെ. അടുക്കളയിലത്തെ വിശേഷങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സമയക്കുറവ് കാരണമാണ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ മോൻ്റെ ഇപ്പോൾ ജോലിക്ക് പോവാണ്. അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവന് ടാറ്റയും കൊടുത്ത് പറഞ്ഞയക്കണം. ഞാൻ കുറേ ടാറ്റയും പോണവരെങ്ങനെ നോക്കി നിൽക്കലും അതൊക്കെ ഉണ്ട്. അതെല്ലാം അമ്മമാരും ചെയ്യണതാണെന്നറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത്രയും വലിയ അപ്പക്കാളനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിൻ്റെ ചിറക് കാണണം. ഇരുമ്പാമ്പുളിയുടെ ഇല പോലെയാണ്. ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് അതിന് പറയുക. എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവുമോ എന്ന് അറിയണില്ല. അതിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ ഇലയൊന്നും ഇല്ല. ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ചൂല് ഒഴിയണത്. ഞാൻ ചൂലിനായിട്ട് ഒഴിയണതല്ല, ചൂല് മുറ്റടിക്കണത് വാങ്ങിയപ്പോൾ അതിൽ കുറച്ച് ഈർക്കിളിയുടെ കുറവ്. അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു 10 ഓല എടുത്തിട്ട് ഒഴിയണതാ. അല്ലാണ്ട് ചൂലിനായിട്ടുള്ള വലിയ കഷ്ടപ്പാടൊന്നുമല്ല. കുട്ടപ്പന എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുരുത്തക്കേടിരുന്ന് ഒപ്പിക്കുക. ആകെ 10 ഓലയുള്ളൂ. അതിൽ 5 അവൻ ഒടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പൂച്ചക്കുട്ടന്മാരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഴയൊക്കെ ഒതുങ്ങി അവരെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒന്ന് പുല്ല് തിന്നൽ, ഒന്ന് ഓടിച്ചാടൽ എല്ലാതും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ നിൽക്കുന്നുണ്ട്. കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓട്ടം കൊണ്ട് ഓട്ടാ. പിന്നെ നമ്മുടെ ആ ബ്രൗൺ പൂച്ച അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനും ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം അവർ സന്തോഷമായിട്ട് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു അപ്പക്കാളയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നോക്കുമ്പോഴേ ഇന്നലെ ഇരുന്നോടത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് പോയിട്ടില്ല. അപ്പോൾ പൂച്ചയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവൻ്റെ പൊടി പോലും കിട്ടില്ല. ഞാനപ്പോൾ അവരെ കണ്ണിൽ പെടുമ്പോഴേക്കും അതിനടുത്തൊന്ന് രക്ഷപ്പെടുത്തി. അതിനെന്തോ ഒരു ഏനക്കേടുണ്ട് തോന്നുന്നു. എന്തോ ഒരു സുഖമില്ലാത്തോണം തോന്നുന്നുണ്ട്. പറക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ മുതൽ ചിലപ്പോൾ കഴിക്കാണ്ടാവാം. ഇതുമ്പോൾ കൊണ്ടുവച്ചപ്പോൾ അതിങ്ങനെ നുണയണ പോലെയൊക്കെ തോന്നി. എന്തോ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ അതിനെ കണ്ടില്ല. ഇനി എനിക്കുള്ള പണിയാണ് ഈ ചീര ഉപ്പേരിയാണെന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇതിനൊന്ന് അരിഞ്ഞ് നന്നാക്കി എടുക്കണം. ഇതിപ്പോൾ കഴുകി വാല വെച്ചോക്കാണ്. ഇനി ഇത് പൊടിയായിട്ട് അരിയണം. പുറത്ത് മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കുറയും, അത് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് പെയ്യും. അപ്പോൾ മഴയൊക്കെ അവിടെ നടക്കട്ടെ. ഇതേ പിന്നെ എനിക്കിതൊരു മണി പ്ലാന്റ് കിട്ടിയതാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല രേഷണം കറി വയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുഞ്ഞൊരു തണ്ടുണ്ടായിരുന്നത്. എനിക്കിത് മണി പ്ലാന്റാന്ന് അറിയണുണ്ടായിരുന്നില്ല.
ഈ ഡബിൾ ഷെയ്ഡ് ഇല കണ്ട, അത് കണ്ട എനിക്കറിയാം അത് മണി പ്ലാന്റാന്ന്. ഈ ഒറ്റല കണ്ട എനിക്കറിയില്ല, എനിക്ക് കളയാൻ തോന്നിയില്ല. ഒരു അച്ചാറ് കുപ്പിയാണ് അത്, അതിൽ ഇട്ട് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 കളറായിട്ടുള്ളൊരു ഇലേനെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഇത് തന്നെയാണ് മണി പ്ലാന്റ് എന്ന്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോൺ എടുത്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെയാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ചീരത്തോരനായിട്ട് വയ്ക്കാം. തൃശ്ശൂർ ഭാഗത്ത് ഈ തോരൻ പറച്ചിലൊക്കെ വളരെ കുറവാട്ടാ. എല്ലാതും അവർക്ക് ഉപ്പേരി എന്ന് തന്നെയാണ് കേട്ട് കേൾവി. അപ്പം അങ്ങനെയാണ് നാവുമ്പോൾ വരാധികം ഉപ്പേരി ഉപ്പേരി എന്നുള്ളത്. എന്തോ ആവട്ടെ, എന്തായാലും അത് വെക്കാനായിട്ട് നോക്കാം. ഞാനത് വലിയ റെസിപ്പിയൊന്നും ആയിട്ട് പറയണില്ല. ഇപ്പം ആ കണ്ട ഐറ്റംസ് തന്നെ. എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ബാക്കി ഇതിട്ട് വഴറ്റുക, പിന്നെ ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഇത്ര തന്നെ. അല്ലാണ്ട് ഇപ്പം അതൊരു വലിയൊരു റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയണില്ല. ഞാൻ അങ്ങനെ ഒരു കുക്കിംഗ് ചാനലൊന്നല്ല ഞാൻ ഉദ്ദേശിച്ച് നോക്കണത്. ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എടുത്ത് ഇടാം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എനിക്കങ്ങനെ വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായി മുന്നോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ, വലുതൊന്നും പ്രതീക്ഷിക്കല്ലേ. അപ്പോൾ അതാ ചീരത്തോരനായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. ഞാനും മോള് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് വീട്ടിൽ, ബാക്കി 2 ആളും ജോലിക്ക് പോയല്ലോ. ഇനി ഒരു കോഴിമുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കണം. അതെനിക്ക് മാത്രം മതി. മോള് മുട്ട, ഇറച്ചി, മീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉള്ളത് കഴിക്കില്ല. പിന്നെ അച്ചാർ ഉണ്ടാവണം കേട്ടോ അവൾക്ക്. ഇതൊന്നും വേണ്ട, ഇറച്ചി മീനൊന്നും വേണ്ട, എന്തിനും അച്ചാർ മുന്നിലാണ്. അതിവിടെ എല്ലാവർക്കും അച്ചാറിനോടൊരു പ്രത്യേക പ്രിയ. അപ്പം അത്രയ്ക്കുള്ളൂ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ?